പന്തീരങ്കാവ് സ്ത്രീ പീഡന വിഷയത്തിൽ നമ്മുടെ ജഡ്ജി കമാൽ പാഷയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. എനിക്ക് പക്ഷേ ഒട്ടും തന്നെ അതങ്ങോട്ട് ഉൾക്കൊള്ളാനായില്ല. അദ്ദേഹം നന്നായി സ്പീച്ചൊക്കെ നടത്തുന്ന ആളാണ്, പുള്ളിക്കാരൻ നല്ലപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളി പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ് അതൊന്ന് കേൾക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാകും. ഇന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് യുവതി യുവാക്കൾ വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ മുമ്പ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നത് വിസ്മയ. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു കാലഘട്ടത്തിലും പെൺകുട്ടികൾ വളരെ ആത്മാർത്ഥതയോടെ വിവാഹം വേണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാറില്ല. പ്രണയ വിവാഹമാണെങ്കിൽ പെൺകുട്ടി പറയും. അല്ലാതെ വീട്ടുകാർ നിർബന്ധിക്കുന്ന എല്ലാ വിവാഹങ്ങളും പെൺകുട്ടികൾ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിനാരിയോ തന്നെയാണുള്ളത്. വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം സമ്മതിക്കുന്ന വിവാഹങ്ങളാണ് മുൻ കാലഘട്ടങ്ങളിൽ എപ്പോഴും നടന്നിരുന്നത്. ചിന്തിക്കാൻ പോലും അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം പുള്ളി പറഞ്ഞത് വളരെ മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിവാഹം കഴിക്കാൻ ആളുകൾ സമ്മതിക്കാത്തത് പന്തീരങ്കാവ് വിഷയത്തിൽ ഒരു വിഷയം കൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ, അതാരായിരുന്നാലും, അമ്മയായാലും മകനായിരുന്നാലും ഭർത്താവായിരുന്നാലും ആരായിരുന്നാലും ഒരു സ്ത്രീയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഇവിടെ ക്രിമിനൽ കുറ്റമാണ്. അതിനെതിരെ ആക്ഷൻ എടുക്കണം. പോലീസ് അധികാരികളുടെ നിഷ്ക്രിയത്വം കൊണ്ട് മാത്രമാണ് ആ വിഷയം ഇത്രത്തോളം വളരെ ഈസി ഗോ പോലെ ആയിപ്പോയത്. ജർമ്മനിയിൽ പോയ പയ്യൻ ഇവിടെ തൊഴിൽ കിട്ടാനിട്ടല്ല, അതും പുള്ളി പറയുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ്. കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇപ്പൊ ഈ അടുത്ത സമയത്ത് എങ്കിൽ പോലും വീണ്ടും ഈ കല്യാണം കഴിച്ച ഈ വരൻ എന്ന് പറയുന്നവന്റെ നിർബന്ധം അവൻ വന്ന് രണ്ടാമത് വീണ്ടും ഇൻസിസ്റ്റ് ചെയ്താണ് ഓഫീസിലുള്ള ആളുകളുമായിട്ടൊക്കെ അത് ഇവരെ ജർമ്മനിയിലായി. അതാണ് ഏറ്റവും വലിയ കാര്യം, മനസ്സിലായില്ലേ? കാരണം വിദേശത്ത് അതിവിടെ ഒന്നും കിട്ടാത്തോണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. അതാണ് പോയിന്റ്. ജർമ്മനിയിലാണ് പയ്യന് ജോലി, അവൻ വിദേശത്തല്ലേ, ഇവിടെ ഒന്നും കിട്ടാത്തോണ്ടല്ലേ അവൻ അങ്ങോട്ട് പോയെന്ന്. ഇതാരെങ്ങനെ ഇത് പഠിപ്പിച്ചു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മൊത്തം പ്രവാസികളെ കമാൽ പാഷ അപമാനിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇവിടെ ഒന്നും കിട്ടാത്തോണ്ട് അങ്ങോട്ട് പോയെന്ന്. ഇവിടെ എന്ത് കോക്കനായിട്ട് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നേ. ഇവിടെ തൊഴിലുകൾ ഉണ്ട്, പക്ഷെ ആ തൊഴിലിന് കിട്ടുന്ന വേതനം വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പകുതിയുടെ പകുതിയാണ്. അതേസമയം ഇവിടെ ചെയ്യുന്ന തൊഴിൽ വിദേശ രാജ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിൻ്റെ 3 മടങ്ങ് അധികം അവിടെ കിട്ടും. അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്, അല്ല ഇവിടെ കിട്ടാനിട്ടല്ല. എന്തുകൊണ്ട് ഇവിടെ കിട്ടുന്നില്ല? ഇവിടെ ചെയ്യാൻ പറ്റാത്ത തൊഴിലെന്താ ഉള്ളത്? എല്ലാ മേഖലയും ഇവിടെ ഡെവലപ്ഡ് ആണ്. അതെന്താ ഇവിടത്തെക്കാൾ വലിയ എന്തെങ്കിലും അവിടെ നിന്ന് മാങ്ങ പറിക്കാൻ കിട്ടില്ല? പക്ഷെ വേതനം അതൊരു ഇഷ്യൂ ആണ്. പലരും അതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെ ജർമ്മനിയിൽ തുറന്നു വെച്ചിരിക്കല്ലേ അങ്ങോട്ട് ഓടി അങ്ങ് കയറാനായിട്ട്. എല്ലാം സ്ട്രഗിളിൽ കൂടെ കിട്ടുള്ളൂ. അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് ഈ ഒരു ഇൻസിഡന്റിൽ ആ പ്രസ്തുത വ്യക്തി ചെയ്തത് മോശം തന്നെയാണ്, തർക്കമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കുട്ടികളെ എല്ലാം അപമാനിച്ചുകൊണ്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റോങ് ആയിപ്പോയി. ആകെ മൊത്തം അടച്ച ഷെബി എനിക്കിലാണ് കമാൽ പാഷ ഈ ഒരു ഇന്റർവ്യൂവിൽ മൊത്തം ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്നത് പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ഇഷ്ടമില്ല, സമ്മതമല്ല. അതിൻ്റെ കാരണം ഇതാണ്. ഒരിക്കലുമല്ല. പെൺകുട്ടികൾക്ക് ഇതൊരു സൈക്കോളജിക്കൽ നീഡാണ്, ബയോളജിക്കൽ നീഡല്ല. ആൺകുട്ടികൾക്ക് ഇതൊരു ബയോളജിക്കൽ നീഡാണ്. സൈക്കോളജിക്കൽ നീഡുള്ള ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടികൾ ഇപ്പോൾ ആലോചിക്കുന്നു. ശരിക്കും ആലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുന്നു. കാരണം ഒൺസ് അവർ ട്രാപ്പഡ് ആയാൽ പിന്നെ അവർ അതിൽ നിന്ന് റിക്കവർ ആകുക പ്രാക്ടിക്കലേ അല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഒരുപാട് രീതിയിൽ പുരോഗമനമൊക്കെ നമ്മുടെ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഡിവോഴ്സായ ഒരു പെൺകുട്ടിയെ പലരും കാണുന്നത് പുച്ഛത്തോടു കൂടി തന്നെയാണ്. അതേപോലെ തന്നെ ഈ പെൺകുട്ടി ഒൺസ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അടിമയായി ജീവിക്കുന്നതിലാണ് എല്ലാവർക്കും താല്പര്യം അത് തന്നെയാണ്. എത്ര പുരോഗമനവാദം പറയുന്നവരും ഇത് തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ അങ്ങനെ ഒരു ചിന്താധാര പെൺകുട്ടികളുടെ തലയിലേക്ക് വന്നിട്ടുള്ളത്. പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, കിട്ടാനിട്ടാണെന്ന് പറയുന്നു. ഇവൻ്റെ അടിയും തൊഴിയും ഇവൻ്റെ ഒരു സെക്സ് ടോയ് ആയിട്ട് ജീവിക്കുന്നതിലും ഭേദം തനിച്ച് ജീവിക്കുന്നതിനെന്ന് പെൺകുട്ടികൾ തീരുമാനമെടുക്കുന്നതിൽ എന്താ കുഴപ്പം? അതൊരാൾ അടിക്കുന്നത് കൊണ്ടല്ല, ഇങ്ങനെ ഒരു വൾഗറിസം ഉള്ളത് കൊണ്ടുമല്ല. സെൽഫ്, അതായത് ഇൻഡിപെൻഡൻസ്, സ്വന്തമായി ഏൺ ചെയ്യുന്നതിനുള്ള ആ ഒരു ഇത് കിട്ടും. പിന്നെ സ്വയം പര്യാപ്തത കിട്ടിയ പെൺകുട്ടികളെ പിന്നെ ആരും നോക്കുപോലും വേണ്ട. അവരൊരു കാരണവശാലും പിന്നെ ആർക്കും വഴങ്ങി കൊടുക്കുന്ന ഒരു ടൈമില്ല. അടിമയായിട്ട് ജീവിക്കത്തില്ല. അവർ അധ്വാനിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് പേയ്മെൻ്റ് ഉണ്ട്. ദേ ഡോണ്ട് നീഡ് ടു അവർക്ക് ആരുടെയും ബോ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. സോ
അതാണ് അതിൻ്റെ വിഷയം. അത് അങ്ങനെ പറയാം. പകരം പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ പുള്ളിയെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തെ പുള്ളി എടുത്ത രീതി, അവനെ നമുക്ക് കൊണ്ടുവരണം, കൊല്ലണം, തിന്നണം, പിച്ചണം, അവനെതിരെ ഇന്ന കേസ് ചാർജ് ചെയ്യണം. എന്നിട്ട് ഇത്രയും ദിവസം കേസൊക്കെ ചാർജ് ചെയ്തവരൊക്കെ എവിടെ പോയി? ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദച്ചാമി പോലും ജീവിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വൾഗറായിട്ട് 18 വയസ്സുള്ള ഒരു കുട്ടീനെ 18 വയസ്സാവാത്ത ഒരു ചെറുക്കൻ കയറി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് റോഡ് കുത്തി കയറ്റിയിട്ട് അവനെ ഹോണർ ചെയ്ത് തയ്യൽ മെഷീനും കൊടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ഈ വാഴയ്ക്ക നിയമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് നിയമത്തിലെ പ്രശ്നമാണ്. പഴുതടച്ച് പിടിച്ചിടണം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം. പ്രത്യേകിച്ച് ജഡ്ജിയായ അദ്ദേഹം. സ്ത്രീധനം കൊടുക്കൽ വാങ്ങൽ നിരോധിക്കണം, കൊടുക്കുന്നവനെയും പിടിച്ചകത്തണം. അതാണ് നിയമം. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ നിയമം ഉണ്ട്. ആ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ എന്താ ബുദ്ധിമുട്ട്? അതാണ് വേണ്ടത്. അതിന് പകരം കടപ്പ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മളിരുന്ന പൊസിഷനെ മാനിച്ചുകൊണ്ട് പലരും എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പറയാതിരിക്കുക. പിന്നെ പുള്ളിയെ പിടിച്ചകത്തിടണം. ആ പെൺകുട്ടിയെ അടിക്കാൻ ഒരു അധികാരവുമില്ല. അത് നമ്മൾ സമ്മതിച്ചു. അവനെന്നല്ല, ആർക്കുമില്ല. അമ്മമാർക്ക് മക്കളെ അടിക്കാനുള്ള അധികാരമില്ല. അതിൽ പരം ഇനിയൊരു എക്സ്പ്ലനേഷൻ ഇല്ലല്ലോ. ഒരാളെ തല്ലിയല്ല ജയിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ തല്ലിയല്ല പഠിപ്പിക്കേണ്ടത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ചെറുക്കൻ മെൻ്റലി പ്രോബ്ലമുള്ള ഒരു പയ്യനാണ്. അതാണ് രണ്ടാമത്തെ വിവാഹം. അവനെ ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അവൻ്റെ പേരൻസിനെയാണ് അകത്താക്കേണ്ടത്, പ്രത്യേകിച്ച് ആ അമ്മയെ. അത് സ്ത്രീധനം ചോദിച്ചത് കൊണ്ടല്ല. ഒരു വിവാഹം നഷ്ടപ്പെട്ട മകനെ അടുത്ത ഉടനെ തന്നെ മകൻ്റെ മെൻ്റൽ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ടും അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് അടുത്ത പെണ്ണിനെ വിവാഹം കഴിപ്പിച്ച് കൊടുത്ത് 7 ദിവസം മാത്രം പരിചയമുള്ള കുട്ടിക്ക് 3 കാമുകന്മാരാണെന്നും പല രീതിയിൽ കള്ളു കുടിക്കുമെന്നും സിഗരറ്റ് വലിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഇകഴ്ത്തി പറഞ്ഞ് ആ പെൺകുട്ടിയെ അങ്ങ് നാമാവശേഷമാക്കുന്ന ആ രീതി ആ അമ്മയെ പണിഷ് ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ. ഇനി മേൽക്കൊണ്ടൊരു പെൺകുട്ടിക്ക് ഇതുപോലൊരു ഗതി വരാതിരിക്കാൻ അതാണ് പരിപാടി. മാതൃകാപരമായി ആ അമ്മയെ പിടിച്ചകത്താക്കണം. അമ്മയാണ് പ്രശ്നം. ആ മകൻ ആ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പൊത്തിപ്പിടിച്ച് വെച്ച് മകനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന അമ്മയാണ് പ്രശ്നക്കാരി. ചെറുക്കൻ മാറിയിരിക്കുന്നത് നല്ലത്. പോലീസിൻ്റെ കിട്ടിയ ഇഞ്ച പരുവാക്കും ഒരു തർക്കമേ വേണ്ട. ജർമ്മനിയിൽ പോയെങ്കിൽ അവിടുന്ന് കൊണ്ടുവരാനുള്ള നിയമം കൊണ്ടുവരണം. കമാൽ പാഷയ്ക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഒരുപാട് പേര് ഇതുപോലുള്ള ക്രൈം ചെയ്തിട്ട് വിദേശത്ത് പോയി എസ്കേപ്പ് ആവുന്നുണ്ട്. ഒരു നിയമം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തൂ. താങ്കളെ കൊണ്ട് പറ്റത്തില്ലയോ? മെനക്കെടുകയെങ്കിലും ചെയ്യൂ. നിങ്ങളുടെ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയും ഒരുപാട് പേര് അതിന് ആ ഇൻസ്പിറേഷനിൽ പലതും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് പ്രയോജനപ്പെടുത്തും. ജർമ്മനിയിലുള്ള ആൾക്കാരെയൊക്കെ ഐക്യകണ്ഠേനെ വിളിച്ചു കൂട്ടിയിട്ട് പയ്യനെ നീ കൊണ്ടുവരാനുള്ള പരിപാടിയാർക്കും. ഇതേപോലെ മറ്റ് പലരും ഇതേപോലെ സിറ്റുവേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അവരെയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യും. അതല്ലേ ഹീറോയിസം. അല്ലാണ്ട് ഇരുന്നു കൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പുലപ്പി അല്ലെങ്കിൽ പരാതി പറച്ചിലാണോ ഈ കറക്റ്റ് ഒരു അനലൈസേഷൻ എന്ന് പറയുക? കൃത്യമായി പറഞ്ഞാൽ ഇതിനകത്ത് നടന്നത് സ്ത്രീധന പീഡനമോ ഒന്നുമല്ല. പെണ്ണ് പഠിച്ച പെണ്ണാണ്, ചെറുക്കനും അതെ. 2 പേരും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളാണ്. പക്ഷേ അവരുടെ പേരൻസ് ഉൾപ്പെടെ ആ ചെറുക്കൻ്റെ തലയിലേക്ക് കൊടുത്തിരിക്കുന്ന പഴയ കാലഘട്ടമാണ്. ചെറുക്കൻ അതിൽ നിന്നും മോചനം തേടി മുന്നോട്ട് വന്നിട്ടില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇടിയും കുത്തും തൊഴിയും ഒക്കെ നടന്നിട്ടുള്ളത്. ഇത് ചോദിക്കാനോ അവൾക്ക് എന്തെങ്കിലും ഒരു മറ്റൊരു അഫെയർ ഉണ്ടെങ്കിൽ പോലും അതിനെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യത അവനില്ല എന്നുള്ളത് അവന് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അവൻ്റെ പേരൻസിന് അത് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ സ്ത്രീധനം, ബാക്കി, മാങ്ങ, ചക്ക, തേങ്ങ ഈ ഒരു ടേമിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ കൈവിട്ടുപോയി. പെൺകുട്ടിയും വിവാഹശേഷം പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകൾ പാലിക്കാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു ആക്രമണം നേരിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് വ്യക്തമാണ്. അതേപോലെ പെൺകുട്ടിയുടെ വീട്ടുകാർ അവർ ചോദിക്കുന്നതൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്താ നിങ്ങൾ വിൽക്കാൻ പോണം? എന്താണ് ഉദ്ദേശം? 2 കൂട്ടരും തുല്യ പങ്കാളികളാണ് ഇതിനകത്ത്. ഈ ക്രൈമിൽ 2 കുടുംബാംഗങ്ങളും തുല്യ പങ്കാളികൾ. അതിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് ചെറുക്കൻ്റെ വീട്ടുകാർക്കാണ്, ചെറുക്കൻ്റെ അമ്മയ്ക്കാണ്. ചെറുക്കനിക്ക് മാനസിക വിഭ്രാന്തിയുണ്ട്. മാത്രമല്ല അവനൊരു ഡ്രഗ് അഡിക്റ്റാണ്. പെണ്ണ് കള്ളു കുടിക്കുന്ന വിഷമം പറയുന്ന ഈ കുടുംബക്കാർക്ക് ചെറുക്കൻ കുടിക്കുന്നതിൽ വിഷമമില്ലേ? ചെറുക്കൻ കുടിക്കുന്നുണ്ടല്ലോ, അത് വിഷമമില്ലേ? അപ്പോൾ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു നിയമം ഇവിടെ ഉണ്ട്, അതെന്തുകൊണ്ട് പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന ചോദ്യം ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ കമാൽ പാഷയുടെ ഇൻ്റർവ്യൂ കണ്ട എനിക്ക് നിരാശപ്പെടേണ്ടി വന്നു. ആ നിരാശയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തു വയ്ക്കുന്നത്. താങ്ക് യു സോ മച്ച്.